നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര അതിവിദഗ്ധനായ ഒരു കുറ്റവാളിയെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് പിടിയിലായതിനു ശേഷമുള്ള ചെന്താമരയുടെ ഭാവവ്യതിയാനങ്ങൾ. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി വീണ്ടും 2 കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊടും ക്രിമിനൽ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം സന്തോഷം പ്രകടിപ്പിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധവും ചെന്താമരയ്ക്കില്ല. ഭാര്യയടക്കം 3 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് പ്രതി നൽകിയിരിക്കുന്ന ഞെട്ടിക്കുന്ന മൊഴി. അല്പസമയത്തിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. ഒരു ചെറിയ ബോധ്യമാണ് ഉള്ളത്. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല. ഗിൽട്ട് ഫീലിംഗ് അങ്ങനെയില്ല. ഒരു സന്തോഷം പോലെ തന്നെയാണ്. ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിന്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം. ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റു നടപടികൾ എടുക്കാം ഇപ്പോൾ പോകുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. ഇന്നലെ രാത്രി വൈകിയും ഇക്ബാലും മുബഷിറും ഒക്കെ ആ കാട്ടിലും മേട്ടിലുമെല്ലാം ഈ ചെന്താമരയെ തേടി നടക്കുകയായിരുന്നു. ഒടുവിൽ പിടിയിലായതിനു ശേഷം ചെന്താമരയെ നേരിട്ട് കാണുമ്പോൾ, ചെന്താമര നൽകിയ മൊഴിയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ കരുതിയതിനേക്കാൾ എത്രയോ വലിയ ഒരു ക്രൂരനായ കുറ്റവാളിയാണ് എന്നത് ബോധ്യപ്പെടുകയല്ലേ? ഇനി അങ്ങോട്ടുള്ള അന്വേഷണം സംബന്ധിച്ച് പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് ഇക്ബാൽ? സുജയ, ഞാനിപ്പോൾ ഉള്ളത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷനകത്താണ് ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള പ്രതി ചെന്താമര ഉള്ളത്. ഇന്നലെ രാത്രിയിൽ പോലീസിൻ്റെ പിടിയിലായത് മുതൽ ഇതുവരെയും ചെന്താമരയുടെ ഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഒരു കൂസലുമില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തി എങ്ങനെയാണോ പെരുമാറുക ആ രീതിയിലാണ് ചെന്താമര ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. ആകെ ചെന്താമരയ്ക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. അത് കൃത്യമായി തന്നെ പോലീസിനോട് ചോദിച്ച് വാങ്ങി കഴിക്കുന്നുണ്ട് ചെന്താമര എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പോലീസ് നിലവിൽ കൃത്യമായി തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് ചെന്താമര സുധാകരനെയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൊലപ്പെടുത്തിയെന്നാണ്. ചെന്താമര ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ സമയത്ത് പറഞ്ഞത് അബദ്ധത്തിൽ സംഭവിച്ചു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് തന്നെ ഇപ്പോൾ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ഈ സുധാകരനെയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൊലപ്പെടുത്തണം എന്ന ചിന്തയോടുകൂടി ചെന്താമര മുൻകൂട്ടി തന്നെ ആയുധങ്ങൾ വാങ്ങിയിരുന്നു. എലമഞ്ചേരിയിൽ കത്തി നിർമ്മിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയാണ് ഇയാൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വടിവാൾ ഉൾപ്പെടെ നിർമ്മിച്ചത്. അതിനുശേഷം വീട്ടിലേക്ക് ഈ വടിവാൾ കൊണ്ടുവന്നതിന് ശേഷം ആന വെട്ടി വലിയ രീതിയിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് രൂപം മാറ്റം വരുത്തി നീളത്തിലുള്ള വടി ഉപയോഗിച്ച് തുണി ഉപയോഗിച്ച് ഈ വടിയിൽ കെട്ടി ഈ ചെന്താമര പ്രത്യേകമായി ഈ വടിവാളിനെ വേറെ രീതിയിൽ തനിക്ക് ആവശ്യമായ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായി ആസൂത്രണം ചെയ്താണ് ചെന്താമര എത്ര പേരെയാണ് ലക്ഷ്യമിട്ടത് എന്നത് കൂടി ചെന്താമര പറഞ്ഞു വെക്കുന്നുണ്ട് ഇക്ബാൽ. അതാണ് ആശങ്ക കൂട്ടുന്നത്. അതേക്കുറിച്ചാണ് ഇനി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്.